സ്വാധ്യായ ഡെയിലി വിസ്ഡത്തിലേക്ക് സ്വാഗതം. കരയിലെത്തും വരെ വെള്ളത്തിലൂടെ തന്നെ നീന്തേണ്ടി വരും. പല അവസരങ്ങളിലും പലർക്കും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിവേകമാണ് ഇത്. ഉദാഹരണമായി, ഒരു മനുഷ്യൻ ഒരു ദ്വീപിൽ അകപ്പെട്ടു എന്നിരിക്കട്ടെ. ചുറ്റും വെള്ളത്താൽ നിറഞ്ഞ ഒരു ദ്വീപ്. അദ്ദേഹത്തിന് കരയിലെത്തണമെങ്കിൽ ആ ദ്വീപിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി കുറച്ച് ദൂരം പോയി കരയിലെത്തേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കരയാണ്, പക്ഷെ അദ്ദേഹം പോകേണ്ടി വരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം സ്വയം പര്യാപ്തമായ ഒരു സ്ഥലമുണ്ടാക്കണമെന്നായിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ച് അവിടം പര്യാപ്തമാക്കണം എന്ന ആഗ്രഹത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നിരിക്കട്ടെ. എന്നാൽ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ, അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് മറ്റു പലതിനെയും ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥിതികളെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നാം പല ലക്ഷ്യങ്ങൾക്കായി പോകുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യത്തിന് വിരുദ്ധമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ളവ അതിൻ്റെ വഴിയിലുള്ളതാണ്. നമ്മുടെ ലക്ഷ്യവുമായി ബന്ധമില്ലാത്ത, നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ലക്ഷ്യം ഇന്നതാണ് എന്നതുകൊണ്ട് മാർഗത്തിലെല്ലാം അതിന് യോജിച്ച കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന പല ഫ്രസ്ട്രേഷനുകളും ഒഴിവാക്കാൻ കഴിയും. താങ്ക് യു ഓൾ.